ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓർ കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ്സാണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനുകളായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓൾ റൈറ്റ്, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ എനർജീസ് എന്താണ്. ഓക്കെ, കറണ്ട് എനർജി ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ എനർജീസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഹാവ് ടോൾഡ് യു എവറിത്തിങ്. ഓക്കെ, നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ് പറയാൻ അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ അവരിൽ നിന്ന് മറച്ചു വെച്ചതിൻ്റെ പേരിൽ സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരിൽ നിന്നും അവർ നിങ്ങളിൽ നിന്നും ഇത്രയും അകലത്തിലായത്, അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു എനർജി, ആ ഒരു വൈബ്രേഷനൊന്നും ഇപ്പോൾ അതിലില്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. ഇതാണ് ഇവിടെ ശരിക്കും നമുക്ക് കിട്ടുന്ന എനർജി ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ അവരിൽ നിന്ന് എന്തൊക്കെയോ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലുണ്ടായിരുന്ന ഒരു കെയർ, അറ്റൻഷൻ, ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ അവർ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കോൾ ചെയ്ത ഫസ്റ്റ് കോള് റിങ് ചെയ്ത സമയത്ത് തന്നെ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതെല്ലാം മാറിയിട്ടുണ്ട്. ഒരുപാട് പേരും ലെസ് കോൺടാക്റ്റിൽ അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ കോൺടാക്റ്റിൽ ഉണ്ടെങ്കിൽ പോലും അത് ഇതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയുള്ളൊരു റെസ്പോണ്ട് അല്ല അവരിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ മറ്റെന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് പഴയ സ്നേഹം ഇല്ലാത്തത്, ആ ഒരു പഴയ കെയർ അറ്റൻഷൻ ഒന്നും ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതിൻ്റെ കാരണം എന്താണ് എന്ന് കൂടി നമുക്കിതിലൂടെ അറിയാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കത് ക്ലാരിറ്റി ആയിട്ട് നോക്കാം. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾ എങ്ങനെയാണോ ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നത് ആ ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടി തന്നെ ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് പകരമാവാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പരസ്പരം കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണം, ഒത്തിരി നേരം സംസാരിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ ആ വ്യക്തി പറയുന്നത് ഇവിടെ പല കാര്യങ്ങളും അൺഫിനിഷ്ഡ് ആയിട്ട് അവർക്ക് ഫീൽ ആവുന്നുള്ളതാണ്. അതുപോലെ അവരുടെ എനർജി കാണിക്കുന്നത് ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല അവരുടെ ലൈഫിൽ അവരുടേതായിട്ടുള്ള കുറേ അധികം പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയി എന്ന് പോലും അവരെ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താകാം, ഒരുപാട് തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ പല സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളിൽ നിന്നും അകന്നു പോകാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെയൊക്കെ ആ ഒരു കാരണമായിട്ടാണ് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻസ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ നമ്മൾ അറിയാൻ ശ്രമിച്ചത്. അവർ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറിപ്പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഒരുപാട് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു അവഗണനയാണ് മെയിൻ എനർജി ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് തവണ അവരുടെ പിന്നാലെ അല്ലെങ്കിൽ ചേസ് ചെയ്ത് പോയപ്പോഴൊക്കെയും അവർ നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഓൾറെഡി ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. അത് ഓവർകം ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ തന്നെയാണ്. ആൻഡ്
യെസ്, അവർ ഒരു കൺഫ്യൂഷനിലാണുള്ളത്. ഇപ്പോൾ അവരുടെ എനർജി എന്ന് പറയുന്നത് അവർക്ക് എന്താണ് എന്ത് കാര്യമാണ് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ചിന്തിച്ചാൽ എന്താണ് നടപ്പിലാക്കേണ്ടത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ, പല കാര്യങ്ങളും അൺക്ലിയർ ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യം അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ടിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നൊരു സമയത്താണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഹീലാവാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ട് അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും അവർ ശ്രമിക്കുന്നില്ല. ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ ഈ സെപ്പറേഷൻ പോലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആൻഡ് തേർഡ് പാർട്ടി ആയിട്ട് കാണാനായിട്ട് ഇവിടെ ഒരുപാട് എനർജീസ് ഉണ്ട്. കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ അത് അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പേഴ്സൻ്റെ ഇൻ്റർഫിയറൻസ് ആണ്. അതുമല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ റിയൽ ഫേസ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അവരത് ഹൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ഡാമേജ്, ഈ ഒരു സെപ്പറേഷൻ കാരണം നിങ്ങൾക്ക് എന്ത് പെയിൻ അല്ലെങ്കിൽ എന്ത് ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ഒരു സെയിം അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും ഇതുവരെ നിങ്ങൾക്ക് നേടിത്തരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൻഡ് ഐ എം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. പലപ്പോഴായിട്ട് നിങ്ങളോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഈ വ്യക്തി, നിങ്ങളെ തീർത്തും അവഗണിച്ച് പോയിട്ടുണ്ട് ഈ വ്യക്തി. അതിലെല്ലാം അവർ നിങ്ങളോട് സോറി പറയുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് റിഗ്രറ്റ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഓക്കെ, അതായത് ഈക്വലായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് അത്രയും സിൻസിയറായിട്ട് ഈ വ്യക്തിയോട് ആ ഒരു പ്രണയബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ആ വ്യക്തി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും അങ്ങനെയൊന്നുമല്ല നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും ഒരു പെയിനൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്ര ഡിസ്റ്റൻസിൽ പോയാലും എത്ര നാൾ ലോങ് കോണ്ടാക്റ്റിൽ പോയിരുന്നാലും ആ ഒരു ആത്മബന്ധം, ആ ഒരു സോൾ ടൈ എന്നൊക്കെ പറയാം, അത് എപ്പോഴും നിലനിൽക്കുന്ന ഒന്നായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള പീരീഡാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളെ വിട്ടിട്ട് അവർ എന്ത് നേടിയെടുക്കാൻ പോയാലും ഒരു കാര്യവും ഇല്ല എന്നുള്ള റിയലൈസേഷൻ പോലും അവർക്കുണ്ടായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.